കാർപ്പണ്യദോഷോപഹത സ്വഭാവ. കൃപണത പിടിപെട്ടിരിക്കുന്നു എൻ്റെ സ്വഭാവത്തിൽ. ഇടുക്കം, ഞെരുക്കം. പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ. ആ ഇടുക്കം കാരണം എനിക്ക് ശരിയായിട്ടുള്ള ധർമ്മം എന്താണെന്ന് മനസ്സിലാവണില്ല. ഞാൻ മോഹിതനാണ് ആ കാര്യത്തിൽ. യത് ശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ. ശ്രേയസ് എന്താണെന്ന് വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഞാൻ ശിഷ്യനായി കഴിഞ്ഞു, അങ്ങ് എൻ്റെ ഗുരുവാണ്. അവിടുന്നാണല്ലോ തുടങ്ങിയത്. അപ്പോൾ അർജുനൻ തലകൊലുക്കുന്നില്ല. കൃഷ്ണൻ എന്തു ചെയ്യും? ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായി അപഗ്രഥിച്ചു. ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആത്മാ, ഓരോന്നിനുമുള്ള സ്ഥാനം, ഓരോന്നിനുമുള്ള മേന്മ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ലോകത്തെ അപഗ്രഥിച്ചു, വിശകലനം ചെയ്തു. അതും മനസ്സിലാക്കി കൊടുത്തു. ഈശ്വരൻ എന്നുള്ള വാക്കിന് അർത്ഥം പറഞ്ഞു കൊടുത്തു. എവിടെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. ശരണം പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇങ്ങനെ തനിക്ക് അറിയാനുള്ളത് മുഴുവൻ കൃഷ്ണൻ പ്രതിപാദിച്ചു കഴിഞ്ഞു. മനുഷ്യൻ കാണുന്ന ലോകവുമായുള്ള സമ്പർക്കം, അതിൽ ഈശ്വരൻ എന്നൊരു സങ്കല്പമുണ്ടെങ്കിൽ അതിനുള്ള സ്ഥാനം എന്താണത് ഒക്കെ പറഞ്ഞിട്ടും നീ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ അർജുനന് തൃപ്തിയായില്ല. പാവം. അർജുനനെ സമാധാനിപ്പിക്കലാണല്ലോ ഇവിടെ ആവശ്യം. എഴുന്നേറ്റ് അമ്പും വില്ലുമെടുത്ത് യുദ്ധം ചെയ്യണം. അതിനുള്ള അനക്കാവണില്ല എന്ന് കണ്ടപ്പോൾ കൃഷ്ണന് നിർത്താൻ പറ്റിയില്ല. നോക്കൂ, 63-ാമത്തെ ശ്ലോകം നിർത്താനായില്ല. അപ്പോൾ കൃഷ്ണൻ തുടർന്നു. സർവഗുഹ്യതമം ഭൂയഃ ശൃണു മേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. നോക്കൂ, ആ സ്നേഹമസൃണൻ, കരുണാപൂർണനായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ മനസ്സിലുള്ള മനസ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. മുൻപിലുള്ള ശിഷ്യനെ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് ആശ്രയം നൽകി വേണ്ട നിർദ്ദേശം കൊടുക്കണം. ആ ശിഷ്യന് വേണ്ടി എന്ത് വേണമെങ്കിലും ഒരു സദ്ഗുരു ചെയ്യും. അദ്ദേഹം ചെയ്തോ പറഞ്ഞോ അതന്നെ അതിൽ പ്രമാണം. അത് വിട്ട് ഒരു പ്രമാണവും ഇല്ല. പക്ഷേ എല്ലാ ശിഷ്യന്മാർക്കും അത് മുഴുവനും ഏറ്റെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അർജുനൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് കാണാം. സർവഗുഹ്യതമം ഭൂയഃ ശൃണു മേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. സർവഗുഹ്യതമം ഭൂയഃ. ഇവിടെ പറഞ്ഞതെന്താ? ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ. ആഫ്റ്റർ ഓൾ എന്ത് തന്നെ പറഞ്ഞാലും ഇതൊരു വലിയ ശാസ്ത്രമാണല്ലോ. അതിലുള്ള ക്രമത്തിന് വലിയ അർത്ഥമാണ്. രഹസ്യത്തേക്കാൾ രഹസ്യതരം പറയാമെന്നാണ് പറഞ്ഞു. അപ്പോൾ രഹസ്യതരത്തിന് പുറമെ ഒരു രഹസ്യതമമുണ്ട് അവിടെ. അത് കൃഷ്ണൻ പിടിച്ചു വെച്ചതോ സ്വാഭാവികമായി അങ്ങനെ ആയതോ എന്നറിയില്ല. അപ്പം അതും കൂടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ കുരവോ ഗുഹ്യമപ്യുത. ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതാന്ന് ശ്രീമദ് ഭാഗവതത്തിലുള്ളൊരു വാക്യമാണിത്. സ്നേഹമസൃണനായിരിക്കുന്ന ശിഷ്യന് ഗുരുജനങ്ങൾ എന്ത് ചെയ്യണു? ഗുരവോ ഗുഹ്യമപ്യുത ബ്രൂയുഹു. ഏറ്റവും രഹസ്യമാണെങ്കിൽ അത് തുറന്നങ്ങോട്ട് കൊടുക്കുമത്രേ. ഇതാണ് സത്യം, നീ പേടിക്കണ്ടെന്ന്. അങ്ങനെ കൃഷ്ണൻ സർവഗുഹ്യതമം ഭൂയഃ. മുമ്പ് പറഞ്ഞത് ഗുഹ്യാത് ഗുഹ്യതരം, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സൂപ്പർലെറ്റീവ് ഉപയോഗിക്കുക. സർവഗുഹ്യതമം ഭൂയഃ, എല്ലാറ്റിലും വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഗുഹ്യതമമായിരിക്കുന്നത് വീണ്ടും പറയാം. ശൃണു മേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. ഈ പറഞ്ഞതിൽ മേലെ ഒരു പരമരഹസ്യമുണ്ട് അർജുന. അത് ഞാൻ അർജുനന് പറഞ്ഞു തരാം. എന്താ ഈ പറഞ്ഞു തരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇഷ്ടോസി മേ ദൃഢമിതി. നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഈ ഉപദേശം തുടങ്ങുന്നതിന് മുമ്പേ ഇഷ്ടമാണ്. അപ്പോൾ നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നുള്ളൊരു വസ്തുതയാണ് എൻ്റെ മനസ്സിൽ. അതിന് യാതൊരു കുലുക്കവും ഇല്ല. വളരെ ദൃഢമായ ഇഷ്ടമുണ്ട്. തതോ വക്ഷ്യാമി തേ ഹിതം.
അതുകൊണ്ട് ഞാൻ നിനക്ക് ഹിതം പറയാമെന്ന്, നിനക്ക് ഹിതം പറയാമെന്ന്. ഈ പറയാൻ പോണത് നിൻ്റെ ഹിതത്തിനാണ്. അവിടെ ധർമ്മം അധർമ്മം എന്നുള്ള ചോദ്യം വരണില്ല. എനിക്കിഷ്ടപ്പെട്ട അർജുനന് ഇഷ്ടമുള്ള കാര്യം നിർവഹിക്കണം എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതാണ്. അതിൽ എൻ്റെ മനസ്സിനെയോ ബുദ്ധിയെയോ പിടിച്ചു നിർത്താൻ ഒരു മാനദണ്ഡങ്ങളുമില്ല. സർവഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ വിശേഷപ്പെട്ടതാണ്. സർവഗുഹ്യതമം ഭൂയ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ രഹസ്യമായ കാര്യങ്ങൾ. ഇതിൽ ഗുഹ്യതരമായുള്ള ജ്ഞാനവും ഞാൻ പറഞ്ഞു. അതാണ് ഭക്ത്യാ മാമഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ആ ഭക്തി കൊണ്ട് അഭിജാനാതി എന്ന് പറഞ്ഞുവല്ലോ. അവിടുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ടുള്ളതാണ്. ആരും അങ്ങനെ പ്രതിപാദിക്കില്ല. അത് വിട്ടുള്ള രഹസ്യമാണ് ഇനിയും പറയാൻ പോണത്. എന്താത്? മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. ഇതാണ് സർവഗുഹ്യതമം. ഇവിടെ വേറെ ഒരു ചോദ്യവും വരണില്ല. അർജുൻ എന്നോട് പറഞ്ഞില്ലേ, ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. അങ്ങനെ ഞാൻ ഒരു ഗുരുവായി കണ്ട് ആ ഗുരുവിൻ്റെ പാദങ്ങളിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നു. എനിക്ക് വേണ്ടത് ഉപദേശിച്ചു തരുമെന്ന്. അപ്പോൾ ഇവിടെ ഇനി പറയാൻ പോകുന്ന കാര്യം രണ്ടാൾ മധ്യത്തിലുള്ളതാണ്. ഞാൻ നിൻ്റെ ഗുരുസ്ഥാനത്തിരുന്ന് ശിഷ്യനെ ഉപദേശിക്കുന്നു. അവിടെ വേറെ ഒരു സംഗതിയും കൊണ്ടുവരരുത്. ഒരു ഗുരുവിൻ്റെ ഒന്നുകിൽ വാക്യം, ഇല്ലെങ്കിൽ ആജ്ഞ, ഇല്ലെങ്കിൽ ഹിതം, ഇല്ലെങ്കിൽ നിവേദനം, എന്തോ ആവട്ടെ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. മന്മനാഭവ മദ്ഭക്തഃ ഭവ മദ്യാജീ ഭവ മാം നമസ്കുരു. ഓരോന്നായിട്ട് പറയുക. അർജുന, വേറെ ഒരു കാര്യവും ആലോചിക്കണ്ട. ഗുരുവാണ് നിൻ്റെ ഞാൻ. ആ ഗുരുസ്ഥാനത്തിരിക്കുന്ന എന്നെ മന്മന, നിൻ്റെ മനസ്സ് മുഴുവനും ഗുരുമയമാകട്ടെ. മന്മനാഭവ മദ്ഭക്തഃ, എൻ്റെ ഭക്തനായിത്തീര്. അർജുനൻ ശ്യാലൻ, പടയാളി, യോദ്ധാവ്, വീരൻ, അതൊക്കെ പോട്ടെ. മദ്ഭക്തഃ ഭവ. കൃഷ്ണഭക്തനാണ് ഞാൻ, കൃഷ്ണൻ്റെ ഭക്തനാണ്, ഗുരുഭക്തനാണ്, ഗുരുശിഷ്യനാണ്. ആ വിചാരം വരട്ടെ. നമുക്ക് ജനിച്ചപ്പോൾ പുത്രൻ പുത്രി എന്നുള്ള ഭാവം, കല്യാണം കഴിച്ച ഭർത്താവ് ഭാര്യ എന്നുള്ള വിചാരം, കുട്ടികളുണ്ടായ അച്ഛൻ അമ്മ എന്നുള്ള തോന്നൽ, ഇങ്ങനെ ഓരോന്നോരോന്ന് നീണ്ടു പോകുന്നുണ്ടല്ലോ. അതേമാതിരി അധ്യാത്മ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്നുപെട്ടാൽ നിങ്ങളുടെ മനസ്സിൽ മുന്തി നിൽക്കേണ്ടത് എന്താ? ഞാനൊരു ശിഷ്യനാണ്, ഗുരുഭക്തനാണ്. അതാണ് നിങ്ങൾക്ക് തോന്നേണ്ടത്. മന്മനാഭവ മദ്ഭക്തഃ ഭവ. ഇവിടെ ആചരിക്കേണ്ട ചോദ്യം വരണില്ല, അനുഷ്ഠാനത്തിൻ്റെ ചോദ്യം വരണില്ല, ഒരു പെഴ്സൂട്ട് എന്ന് പറയാൻ ഇല്ല. ഇത് പെട്ടെന്ന് ആയിത്തീരലാണ്. ടു നോ ഗാഡ് ഈസ് ടു ബിക്കം ഗാഡ് എന്ന് പറയും. ഈശ്വരനെ അറിയാമെന്ന് പറഞ്ഞാൽ ഈശ്വരനെ ആയിത്തീരുകയാണ്. അപ്പോൾ ഇവിടെ എന്തു വേണം? മന്മനാഭവ. നിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടാവൂ. ഞാൻ പറഞ്ഞതും നീ കേട്ടതും, ഞാൻ പറഞ്ഞതും എൻ്റെ കാര്യങ്ങളും അതാവട്ടെ. നീ ജീവിക്കുന്നത് ലോകത്തിലാവാം, അതൊന്നും വിരോധമില്ല. മനസ്സ് എന്നിലാവണം, എൻ്റെ ഭക്തനാവണം. ഭക്തൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഭക്തൻ, ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്താലും അത് ഭക്തിമയമാവും. ഭക്തന്മാർ ചിലപ്പോൾ സാഹസികന്മാരാവാം. ഭക്തന്മാർ വളരെ ധീരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ.
ഹനുമാൻ രാമഭക്തനായിട്ട് എന്ത് ചെയ്തു? വാ, അവിടെ എത്ര ആളുണ്ടായിരുന്നു വേറെ? അവരൊക്കെ എന്താ ചെയ്തേ? ഞാൻ 5 യോജന ചാടാം, 10 യോജന ചാടാം, 20 യോജന ചാടാം. എത്ര ചാടിയാ എന്താ? സമുദ്രത്തിലല്ലേ വരണ്ടു വീഴുക? ഇത് അങ്ങോട്ട് എത്തണമല്ലോ. ഈ കര വിട്ട് ആ കരയിലെത്തണ്ടേ? ആരുമില്ല അവിടെ. അപ്പോഴാണ് ജാമ്പവാൻ പറയണത്, ഈ ഹനുമാൻ മിണ്ടാതെ ഇരിക്കണു, അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അവൻ്റെ ഉൾവൈഭവം. ആ ഉൾവൈഭവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനെ കൊണ്ട് ചെയ്യിക്കാം ഈ സാഹസം എന്ന് പറഞ്ഞ് ഹനുമാൻ വായുപുത്രൻ എന്നൊരു തോന്നലാണ്. വായുഭേദനമാണ് ഇവിടെ ആവശ്യം. അപ്പം അച്ഛൻ്റെ മകൻ എന്നങ്ങോട്ട് തോന്നുമ്പോൾ അച്ഛനുള്ളിടത്തൊക്കെ പോവാലോ. അച്ഛൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവനും മകന് അവകാശപ്പെട്ടതാണല്ലോ. അങ്ങനെയാണ് മഹേന്ദ്രാചലത്ത് ചെന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി വാലിട്ട് ചുരിച്ച് ഡോ എന്ന് പറഞ്ഞ് ചെന്നത്. രാമഭക്തനായിട്ടാണ് പോയത്. ഭക്തി എന്നങ്ങോട്ട് വരുമ്പോൾ ആ ആള് എന്ത് വിചാരിച്ചു? അവിടെ ചോദ്യമില്ല. കൈ കെട്ടാൻ ആളില്ല, മനസ്സ് കെട്ടാൻ ആളില്ല, ബുദ്ധി കെട്ടാൻ ആളില്ല. നിങ്ങളുടെ കോൺഫിഡൻസാണ്. കോൺഫിഡൻസ് ഒരു ചോദ്യമേ അവിടെ വരണില്ല. തന്നെ വന്നോളും കോൺഫിഡൻസ്. മദ്ഭക്തോ ഭവ. പിന്നെയോ, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി യജനം ചെയ്യുക. എന്തെങ്കിലും തരണം, സമർപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഞാനായിരിക്കണം. അതിൽ ആണി. മദ്യാജി മാം നമസ്കുരു, എന്നെ പ്രണമിച്ചോ. നോക്കൂ, മനസ്സിൽ ഞാൻ നിറയട്ടെ, എൻ്റെ ഭക്തനായി തീര്, എനിക്ക് വേണ്ടി യജനം ചെയ്യൂ. നിൻ്റെ ജീവിതം മുഴുവനും എനിക്കുള്ള യജനമായി തീരട്ടെ. എന്നെ പ്രണമിച്ചുകൊണ്ട് കഴിയൂ. ആ വിനയം നിന്നെ സദാ അലങ്കരിക്കണം. വിനയം പിടിച്ചങ്ങോട്ട് വിഴുങ്ങണം. അങ്ങനെ ആയാൽ മാമേ വൈശ്യസി. പിന്നെ ഒന്നും ആലോചിക്കണ്ട. എന്നെ പ്രാപിച്ചോളും. സത്യം തേ പ്രതിജാനേ. ഇത് സത്യം ചെയ്യണു ഞാൻ നിനക്ക് വേണ്ടി. ഇതിനു മുമ്പ് കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞു. അർജുന, എനിക്ക് വേണ്ടി നീ പോയി പ്രതിജ്ഞ ചെയ്യുക, എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന്. അർജുനോടാണ് പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞത്. ഇവിടെയോ അർജുനന് പ്രതിജ്ഞ ചെയ്യാണ്. ആര്? കൃഷ്ണൻ. പ്രതിജാനേ പ്രിയോസിമേ, ഇത് സത്യമാണ്, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നീ എനിക്ക് പ്രിയപ്പെട്ടവനായതിനാലാണ് ഈ പ്രസ്താവന ഞാൻ നടത്തുന്നത്. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞത് 9-ാം അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം. ഇവിടെ കൃഷ്ണൻ സ്വയം അർജുനോട് പ്രതിജ്ഞ ചെയ്യുക. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നത് എന്താ? ഏകത്വം, ഏകഭാവം. കൃഷ്ണമയം, കുരുമയം, വേറെ ഒന്നുമില്ല. ഈ 65-ാമത്തെ ശ്ലോകത്തിൽ അർജുനോട് പലതും പറഞ്ഞു ധരിപ്പിച്ചു. പല വീക്ഷണകോണുകളിൽ നിന്നും ഈ പരമസത്യത്തെയും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും ലോകത്തിൻ്റെ ഘടനയെയുമെല്ലാം വേണ്ടതുപോലെ വിശകലനം ചെയ്ത് പരാമർശിച്ചും അപഗ്രഥനം ചെയ്തും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മനുഷ്യന് ഏറ്റവും വലിയ ശക്തി, ബലം, സ്വാധീനം, പ്രേരണ, ഉത്സാഹം, ആവേശം ഇതെല്ലാം ജ്ഞാനമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അറിവാണ്. ഈ അറിവ് എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു സമ്പത്താണ്. ബുദ്ധിക്ക് തേടി പിടിക്കാനുള്ളതും ബുദ്ധിക്ക് കൈവശം വയ്ക്കാനുള്ളതുമാണ്. ഈ ബുദ്ധിയാണ് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ഒരു ഘടകം, ഉപകരണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബുദ്ധിയുള്ളവർക്കല്ലേ ഏറ്റവും വലിയ ആദരവും, സമ്മാനമാണെങ്കിൽ സമ്മാനം, പ്രതിഫലമാണെങ്കിൽ പ്രതിഫലം, ഉദ്യോഗം എല്ലാം അവർക്കാണ്. ശാസ്ത്രജ്ഞന്മാരില്ലാത്ത ഒരു ആധുനിക ലോകത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. ബുദ്ധിയുടെ വൈഭവമാണ് ഇവിടെ കിടന്ന് കളിക്കണത് മുഴുവനും. ഒരു അണുവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കിടന്ന് തിരിയണത് എന്ന് കണ്ടുപിടിക്കുന്നത് ആരാ? ബുദ്ധിയുള്ളവരാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ബുദ്ധി കൊണ്ട് വേണം ഈ കണ്ടുപിടുത്തം മുഴുവൻ നടത്താൻ. അപ്പോൾ ബുദ്ധിക്ക് വലിയ ഒരു സ്ഥാനമാണ്.
ആ ബുദ്ധിക്കുള്ളതാണ് ഈ അറിവ്. അറിവ് അറിവ് കൃഷ്ണനും അർജുനനും കൂടി നടക്കുന്നത് മുഴുവനും അറിവ് എന്ന് പറയുന്ന ഒരു വിനിമയമാണ്. കൃഷ്ണൻ ഇങ്ങനെ പറയണു, അർജുനൻ ഇങ്ങനെ കേൾക്കുന്നു. സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുന്നു, അതിന് മറുപടിയും ആശയത്തെളിച്ചവുമെല്ലാം നൽകണു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ മേപ്പെട്ട് പോവുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ കൃഷ്ണൻ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, അർജുന, അർജുനൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, ഇഷ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. ഇതുവരെ പറഞ്ഞത് വളരെ രഹസ്യമാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ഏറ്റവും വലിയ രഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പല സന്ദർഭങ്ങളിലും കൃഷ്ണൻ ഉപദേശിക്കുകയുണ്ടായി. അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് 64-ാമത്തെ ശ്ലോകത്തിൽ സർവഗുഹ്യതമം ഭൂയഃ ശൃണുമേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം എന്ന് പറഞ്ഞ് തേ ഹിതം എന്ന് പറഞ്ഞ് പുറപ്പെട്ടത്. സർവഗുഹ്യതമം ഭൂയഃ ശൃണുമേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. രണ്ട് കാര്യമാണ് ഇവിടെ കൃഷ്ണൻ ഉറപ്പിച്ച് പറയുന്നത്. ഒന്ന്, ഞാൻ ഏറ്റവും വിശേഷപ്പെട്ട അങ്ങേയറ്റത്തെ വൈഭവമുള്ള അറിവാണ് പറഞ്ഞു തരുന്നത് എന്നാണ് ഒന്ന്. രണ്ടാമതോ, ആ അറിവ് വളരെ രഹസ്യമായിട്ടുള്ളതാണ്. അത് ഞാൻ എന്തിനു പറയണു എന്ന് ചോദിച്ചാൽ രഹസ്യം ആരോടാ പറയുക? ഇഷ്ടപ്പെട്ടവരോടാണ് പറയുക. അപ്പോൾ അർജുനൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സമ്പത്ത്, ഒരു നിധി ഇഷ്ടപ്പെട്ടവർക്കല്ലേ നമ്മൾ കൊടുക്കുക. ഇപ്പം മരണകാലത്ത് നിങ്ങൾ എന്തെങ്കിലും എഴുതി വയ്ക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് എഴുതി വയ്ക്കുക? ഇഷ്ടപ്പെട്ടവർക്ക്. അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പകർന്നു കൊടുക്കേണ്ടതാണ് അറിവ്. മരിച്ചതിന് ശേഷം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല. സർവഗുഹ്യതമം ഭൂയഃ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടത്. അനവധി ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാൻ. അതിലെല്ലാം വെച്ച് ഗുഹ്യതമമാണ് എന്ന് അങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് പറയാൻ പുറപ്പെട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഭഗവത്ഗീതയിൽ ഈ ഗുഹ്യശബ്ദം, ഗുഹ്യതര ശബ്ദം, ഗുഹ്യതമം ഇങ്ങനെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇതുവരെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. അതിനോടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഇനി പറയാൻ പോകുന്നത് അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടുള്ളതാന്ന് പറയുമ്പോഴേ കേൾക്കുന്നതിന് ശ്രദ്ധ കൂടൂ, ആ പറയുന്നതിൻ്റെ വില മനസ്സിലാവൂ. വെറുതെ അങ്ങനെ പറഞ്ഞു പോയാൽ കാളമൂത്രം പോലെ ആവുള്ളൂ. അതിൻ്റെ വില മനസ്സിലാക്കുക. ഈ ആത്മാവിൻ്റെ വില മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ ആത്മജ്ഞാനത്തിനോ ആത്മലാഭത്തിനോ വേണ്ടി മനുഷ്യർ പരിശ്രമിക്കാതെ ഇരിക്കുന്നത്. അതിൻ്റെ വില വേണ്ടതുപോലെ മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പുറം കാര്യങ്ങൾ, പുറം വസ്തുക്കൾ, പുറം ലാഭങ്ങൾക്ക് വേണ്ടി എത്രയെത്ര മെനക്കെടുന്നു, കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. അകത്ത് വലിയൊരു ലാഭമുണ്ടെന്ന് പറയുമ്പോൾ സമാനമായ ഒരു പ്രയത്നം അതിനുവേണ്ടി ചെയ്യാൻ മനുഷ്യർ തയ്യാറുണ്ടോ? അതൊക്കെ നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുള്ളൂ. ആശ്രമത്തിലേക്കൊന്ന് വരുന്നത് പോലും അയ്യോ എന്തിനാ വരണേ, ആരാ വരിക, ഞങ്ങളോ, അതിനുള്ള സമയമായോ, ഇങ്ങനെയുള്ള സംശയങ്ങളാണ്. എന്നാൽ അതേസമയം വളരെ ശുദ്ധ മനസ്കരായിട്ട് ചിലർ വരും. ഇന്നാൾ ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നു. ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ഭർത്താവില്ല, കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു വിഷമം കുട്ടിയുടെ പഠിപ്പിനെ ചൊല്ലി. അത് പറയാനായിട്ട് നമ്മളെ കാണാനിവിടെ വന്നിരിക്കുക. അവർക്ക് എന്തിനു തോന്നി ആശ്രമത്തിൽ നിന്ന് സ്വാമിജിയായിട്ട് ഇത് ചർച്ച ചെയ്യണം, അപ്പോഴേ എനിക്കൊരു പരിഹാരം ഉണ്ടാവുന്നു. അപ്പോൾ ആശ്രമം മൂക്കും പിടിച്ച് ഇങ്ങനെ ഇരിക്കാനുള്ളതാണോ? എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? ലോകത്തിൻ്റെ നന്മയ്ക്കും മംഗളത്തിനും വേണ്ടി നിലകൊള്ളുന്നതാണ് ഏത് തപോധാമവും. വാസ്തവത്തിൽ ഈ തപസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അറിവാണ് അവിടെ പ്രധാനം. അറിവ് മാത്രമേ ഉള്ളൂ, പ്രധാനമല്ല. അറിവാണ് അവിടെ. ഇരുട്ട് നീക്കാൻ വെളിച്ചം എങ്ങനെയോ അതേപോലെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അന്ധകാരം, അറിവില്ലായ്മ, തന്മൂലമുള്ള സംഘർഷം, സങ്കടം, സംശയം, ആവലാതി, നൂലാമാല് ഇതൊക്കെ നീങ്ങണമെങ്കിൽ അറിവ് അറിവ് അറിവ്. ശ്രീമദ് ഭാഗവതം എന്താ പറഞ്ഞേ? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. താപത്രയത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാനുള്ള വാസ്തവമാണ് ഇവിടെ അറിയപ്പെടേണ്ടത്. ശ്രീമദ് ഭാഗവതം മുഴുവനും എന്താ പറയുന്നത്? അറിയാനുള്ള കാര്യങ്ങളാണ്. ചെയ്യാനുള്ളതോ അനുഷ്ഠിക്കാനോ ഉള്ളതോ കൂടിയല്ല, അറിയാനുള്ളതെന്ന്. അറിഞ്ഞാലല്ലേ പിന്നെ അനുഷ്ഠാനം ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ എന്താ ആത്മജ്ഞാന കുതുകികൾ ആകാത്തത്? ആത്മജ്ഞാനത്തിൻ്റെ വൈഭവം, പ്രയോജനം, അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം, പ്രായോഗിക ലാഭം ഇത് അറിയാത്തത് കൊണ്ട്.
ഒരു കുട്ടി വീട്ടിൽ ജനിച്ചു, എനിക്കൊരു കുട്ടി ജനിച്ചു, അത് എൻ്റെ കുട്ടിയാണ് എന്നുള്ള അറിവല്ലേ ആ കുട്ടിയെ പരിപാലിക്കാൻ നിങ്ങൾ നിർബന്ധിക്കുന്നത്? ഞാൻ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ് എന്ന് വിചാരിച്ചിട്ടല്ലേ കെട്ടിയ ആളെ നല്ലപോലെ നോക്കുന്നത്? അറിവാണല്ലോ അവിടെ പ്രധാനം. ആരും ആ അറിവിന് പ്രാധാന്യം നൽകുന്നില്ല. അപ്പം ആ അറിവ് രൂപത്തിൽ ഒരു വിലമതിപ്പ് നൽകുകയാണ് ആര്? കൃഷ്ണൻ. അപ്പം എനിക്ക് തോന്നി ഇതിന് മുമ്പ് കൃഷ്ണൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെയാണ്. ആദ്യമായിട്ട് പറഞ്ഞത് 9-ാമത്തെ അധ്യായത്തിലാണ്. ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. എവിടെ പോയി കാര്യങ്ങൾ? 9-ാം അധ്യായത്തിൻ്റെ തുടക്കമാണ്. ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. അർജുന, ഞാൻ പലതും പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി, അതുകൊണ്ടൊന്നും എനിക്ക് തൃപ്തിയായിട്ടില്ല. അർജുനൻ ആവശ്യം ഈ അതിഭയങ്കരവും പാപകരവുമായിരിക്കുന്ന ഈ യുദ്ധത്തിൽ ഞാൻ പെട്ടുപോയാൽ ഒക്കെ തകരുമല്ലോ, സർവനാശകാരിയാവും ഞാൻ എന്നൊരു തോന്നലല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ഈ ലോകം മുഴുവനും നടക്കുന്നത് ഒരു വ്യക്തിയെ ചൊല്ലിയല്ല. എന്നെ ചൊല്ലിയോ നിന്നെ ചൊല്ലിയോ ഭീഷ്മനെയോ ദ്രോണനെയോ ചൊല്ലിയല്ല ഈ ലോകം നടക്കുന്നത്. ഈ ലോകം നടക്കുന്ന സമയത്ത് അവിടെ പല ഘട്ടങ്ങളും രംഗങ്ങളും സംഭവങ്ങളും ഉണ്ടാവും. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഈ മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര സംഭവം. ഈ പരന്നു കിടക്കുന്ന അനന്തമായ ലോകത്തിൽ എത്രയോ കോടാനുകോടി ഗോളങ്ങളുള്ളിടത്ത് എന്തൊക്കെയാണ് ഈ ഗോളങ്ങൾ എവിടെയൊക്കെ നടക്കണമെന്ന് ആർക്ക് പറയാൻ സാധിക്കും? അതിൽ ഈ സൗരയൂഥത്തിൽപ്പെട്ട ഒരു ഭൂമിയിൽ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന സംഭവത്തെയാണ് നമ്മളിപ്പോൾ ലാക്കാക്കി സംസാരിക്കുന്നത്. ഇത് മുഴുവനും ഇതല്ല ലോകം മുഴുവനും. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ എത്രയോ കുരുക്ഷേത്രങ്ങൾ അവിടെ പെടും, എത്രയോ ഭൂമണ്ഡലങ്ങൾ അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ലോകത്തിൻ്റെ ഭാഗം, അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ നീ അവൻ ഈ വക ഗണനകൾക്കൊന്നും ഒരു സ്ഥാനവും ഉണ്ടാവില്ല അവിടെ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് എന്താ? നിൻ്റെ മനസ്സിലുള്ള വിഷമം തീരണം. ഇതൊരു പാപമാണല്ലോ, ഇതൊരു ഭയങ്കരമായ യുദ്ധമാണല്ലോ, ഇത് ചെയ്താൽ എന്തൊക്കെ നാശം വരും. നമ്മളിവിടെ വന്നിരിക്കുന്നത് നാശമുണ്ടാക്കാനല്ല, നാശത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ഇത് പറയുന്നത് ആരാ? കൃഷ്ണൻ. അദ്ദേഹം ശരീരം വിടുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? എൻ്റെ വംശത്തെ പോലും നശിപ്പിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ കരകവിഞ്ഞൊഴുകുന്ന സമുദ്രത്തെ പോലെ ഞാൻ അവരെ നിയന്ത്രിക്കാനില്ലെന്ന് വന്നാൽ വൃഷ്ണികുലക്കാർ പ്രൗഢി മൂത്ത് ഈ ലോകത്തിനെ നശിപ്പിക്കും. അവരെ വെല്ലുവിളിക്കാനോ തടയാനോ ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സ്വവംശത്തെ പോലും മുടിച്ചിട്ടാണ് കൃഷ്ണൻ പോയത്. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം കൃഷ്ണൻ ചെയ്തത് നാശമോ അതോ നാശത്തിൽ നിന്ന് രക്ഷിക്കലോ? മഹാഭാരത യുദ്ധവും അതേപോലെയാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ. ഞാൻ പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ലാതെ കേൾക്കും എൻ്റെ അർജുനൻ എന്ന് എനിക്കറിയാം. പറയുന്ന ആളെപ്പറ്റി ഒരു സംശയമോ പറഞ്ഞതിനെ പറ്റി ഒരു സംശയമോ, അത് കേട്ടാൽ എന്തുണ്ടാവും, പറഞ്ഞത് ഉണ്ടാവുമോ ഉണ്ടാവില്ലേ, അങ്ങനെ ഒന്നുമില്ല. പറഞ്ഞത് അങ്ങോട്ട് കേട്ടു, അനുസരിച്ചു, അത് നന്നാവും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അങ്ങനെയുള്ളൊരു ശിഷ്യനാണ് അർജുനൻ എന്ന് മനസ്സിലാക്കി ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ജ്ഞാനം വിജ്ഞാനസഹിതം. ജ്ഞാനം എന്ന് പറയുന്നത് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ പള്ളിക്കൂടങ്ങളിലും സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും എല്ലായിടത്തുമായി പലതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അറിവാണ്. ഈ അറിവിനൊരു വിശേഷമോ അല്ലെങ്കിൽ ഒരു പരിമിതിയോ ഉള്ളത് എന്താ? ഒക്കെ വിഷയജ്ഞാനമാണ്. വിഷയജ്ഞാനം എന്ന് പറഞ്ഞാൽ മറന്നോ നിങ്ങൾ? വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടു ഗ്രഹിക്കുന്ന പദാർത്ഥങ്ങൾ, അവയെ സംബന്ധിച്ച ജ്ഞാനം. ചരിത്രം, ഭൂമിശാസ്ത്രം, ഇലക്ട്രോണിക് സയൻസ്, ആന്ത്രോപോളജി, സോഷ്യോളജി, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം തന്നെ വിഷയജ്ഞാനമാണ്. ആ വിഷയജ്ഞാനം മുഴുവൻ നിൽക്കുന്നത് വിഷയെ ചുറ്റിയാണ്. ഒരു വലിയ സർക്കിളുണ്ട് വട്ടം.
അതിൻ്റെ ആ സെൻട്രൽ സ്പോട്ട് ഉണ്ടല്ലോ, സെൻറ്റർ പോലെയാണ് വിഷയി. ആ വിഷയെ പറ്റിയിട്ടുള്ള ജ്ഞാനവും ഈ വിഷയം ജ്ഞാനമാകുന്നത് എപ്പോഴാണ്? വിഷയിയായി സമ്പർക്കം നടത്തുമ്പോഴാണ്. വിഷയിയായി സമ്പർക്കം നടത്തുമ്പോഴാണ് ജ്ഞാനമുണ്ടാവുന്നത്. ഇപ്പം ഞാൻ ഒരു പാറ കണ്ടു, പാറ എന്നോട് മിണ്ടില്ല. ഞാൻ പാറയെ കണ്ടിട്ട്, അതേ ഞാനൊരു പാറ കണ്ടു കേട്ടോ, വലിയൊരു പാറയാണ്, പർവ്വതത്തോളമുണ്ട്, അതിൽ മണ്ണേ ഇല്ല, ഒക്കെ പാറയാ എന്നിങ്ങനെ വ്യാഖ്യാനിച്ച് വിവരിച്ച് വേറൊരാളോട് പറയണതും സ്വയം ഗ്രഹിക്കുന്നതും അറിവല്ലേ? എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവനില്ല, വിഷയില്ല, മൃതദേഹമാണെങ്കിൽ ഇങ്ങനെ കാണാനോ പറയാനോ പറ്റുമോ? അപ്പം അറിവ് മുഴുവൻ ഉണ്ടാകുന്നത് വിഷയത്തിൽ നിന്നല്ല, വിഷയിൽ നിന്നാണ്. ആ വിഷയെക്കുറിച്ചുള്ള ജ്ഞാനമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ പറയാണ്, ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ആ വിഷയി ജ്ഞാനവും കൂടി ഉണ്ടായാൽ മാത്രമേ അശുഭം എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ശുഭാശുഭങ്ങൾ, ആ ദ്വന്ദ്വങ്ങളെ മുഴുവൻ തരണം ചെയ്ത് ശുഭവും അശുഭവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു നിലയിലെത്താൻ പറ്റുള്ളൂ. 2-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറഞ്ഞത് എന്താ? ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. ബുദ്ധിയുക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ, സമഗ്രമായ ജ്ഞാനം, പരമജ്ഞാനം, അതിൽ ബുദ്ധി അങ്ങോട്ട് യോജിച്ച് ഉറച്ചിരിക്കുകയാണ്. അങ്ങനെ ബുദ്ധിയുക്തനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഉഭേ സുഹൃത ദുഷ്കൃതേ ജഹാതി, സുഹൃതവും ദുഷ്കൃതവും രണ്ടിനെയും തരണം ചെയ്ത് എനിക്ക് ദുഷ്കൃതവും വേണ്ട സുഹൃതവും വേണ്ട എന്നൊരു തോന്നൽ, എനിക്ക് ദാരിദ്ര്യവും വേണ്ട ധനവും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ദാരിദ്ര്യം വേണ്ടാന്ന് എല്ലാവരും പറയും, ധനവും വേണ്ടാന്നാണ് പറയാൻ പോണേ. അപ്പോൾ ആ മനുഷ്യനെ എത്ര വലിയ ധനികനാകണം? അപ്പോൾ ധനവും കൂടി വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതേമാതിരി ഒരു നിലയിലെത്തും. യജ്ഞാത്വ മോക്ഷ്യസേ അശുഭാത്. എല്ലാ വിധത്തിലുള്ള അശുഭങ്ങളിൽ നിന്നും മോക്ഷം കിട്ടാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വിജ്ഞാനത്തോടു കൂടിയ ജ്ഞാനം എന്ന് പറയും. അതിനു മുൻപ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു 4-ാം അധ്യായത്തിൽ, ഞാൻ ഈ പറഞ്ഞു തന്നുല്ലോ ബ്രഹ്മവിദ്യ, ജനന മരണമില്ലാത്തൊരാത്മാവിനെ പറ്റിയാണ് സംസാരിച്ചത്. ജനനവും മരണവുമില്ലാത്തൊരാത്മാവ്. നമ്മൾ ഈ ജീവിച്ചു വാഴുന്നത് മുഴുവൻ ശരീരമാണ്. പക്ഷേ ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് പരമാത്മാവാണ്. അതിന് ജനനവും ഇല്ല, മരണവും ഇല്ല, വളർച്ചയില്ല, ക്ഷയവും ഇല്ല, സുഖവും ഇല്ല, ദുഃഖവും ഇല്ല, വിശപ്പും ഇല്ല, ദാഹവും ഇല്ല. ഇതാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതൊരു വലിയ ജ്ഞാനമാണ്. ആ ജ്ഞാനം പറഞ്ഞു തന്നിട്ട് അതിനെ വിശേഷിപ്പിച്ച് സംസാരിക്കുകയാണ്. സയേവായം മയാ തേദ്യ യോഗഃ പ്രോക്തഃ സനാതന പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഈ ജ്ഞാനം വളരെ രഹസ്യമാണ്. അതാ സ്കൂളിലൊന്നും ഇത് പഠിപ്പിക്കാത്തത്. ഈ രഹസ്യജ്ഞാനം കൈവരിക്കാൻ സ്കൂൾ മാസ്റ്റർമാർക്ക് പറ്റുമോ? പറ്റില്ല. ഇത് രഹസ്യമാണേ. ആരാ അത് പറഞ്ഞു കൊടുക്കുക? ഓടിച്ചെന്നാൽ ഒരു പ്രസ്സിൽ നിന്നൊന്നും കിട്ടില്ല. അത് ഒരു പുസ്തകം, അധ്യാത്മജ്ഞാനം എന്ന് പറഞ്ഞ ഒരു പുസ്തകം എത്ര ആൾ എഴുതും? എത്ര കോപ്പി അടിക്കും? എത്ര പേര് വായിക്കും? വായിച്ചതിൽ എത്ര പേര് മനസ്സിലാക്കും? മനസ്സിലാക്കിയതിൽ എത്ര പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും? അത് കേൾക്കാൻ എത്ര പേര് വരും? കേട്ടവരിൽ എത്ര പേരത് മനസ്സിലാക്കും? ഒക്കെ ചുരുങ്ങി 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 വരിക. അത്ര രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നീ എൻ്റെ ഭക്തനാണ്, എൻ്റെ സ്നേഹിതനുമാണ് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു തന്നതാന്ന് പറഞ്ഞുകൊണ്ടാണ് പുറപ്പെട്ടത്. അപ്പോൾ കൃഷ്ണൻ രഹസ്യം 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 എന്ന് പറഞ്ഞ് അർജുനനെ പ്രിയപ്പെട്ട ഭക്തനാണ്, സഖാവാണ് എന്നിങ്ങനെ പറഞ്ഞ് മുമ്പേ തുടങ്ങിയതാണ്. ആ തുടങ്ങൽ എവിടം വരെ പോണു? 9-ാമത്തെ അധ്യായത്തിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇദം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ഈ ജ്ഞാനം വേണ്ടതുപോലെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നവരാരാ? രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം. ഇത് രാജാക്കന്മാർ അഭ്യസിച്ചിരുന്ന ഒരു വിദ്യ. അവർക്ക് രാജ്യം ഭരിക്കണമെങ്കിൽ ഈ വിദ്യ വേണം. എന്താ കാരണം? രാജ്യഭരണത്തിൻ്റെ ഭാഗമായി ആരെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് സ്വയം കൈകൊണ്ടും വാളുകൊണ്ടും കൊല്ലേണ്ടി വരും, പീഡിപ്പിക്കേണ്ടി വരും, ശിക്ഷിക്കേണ്ടി വരും. ഈ മനുഷ്യരെങ്ങനെ ശിക്ഷിക്കണത് ഒരു നല്ല കാര്യമൊന്നുമല്ല. അവനവന് പീഡയുണ്ടാവും. ഒരാളെ ടപ്പെന്ന് കഴുത്താ വെട്ടി, ഒരു സെക്കൻഡ് പോലും ആ വെട്ടിയതിനെക്കുറിച്ച് ആലോചിക്കരുത്.
ഒരു യുദ്ധം കഴിഞ്ഞാൽ ആ രണഭൂമിയിലേക്ക് ആരും തിരിച്ചു പോവില്ല, ജയിച്ചവർ പോകാൻ പാടില്ല എന്നാ വ്യവസ്ഥ. അവിടെ പോയി കണ്ടാ മനസ്സ് മാറും. എത്ര ആൾക്കാരുടെ ശവമാണ് അവിടെ കിടക്കുക, അത് ചവിട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ കാരണക്കാരനായില്ലേ എന്ന് വിചാരിച്ചാൽ പോയില്ലേ രാജാവിൻ്റെ മനസ്സ്. അപ്പം രാജാവിൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം മനസ്സിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ബുദ്ധിക്കേ പറ്റുള്ളൂ. ബുദ്ധിക്ക് സ്ഥായിത്വം, സ്ഥിരത വരണമെങ്കിലോ ഈ ജ്ഞാനം വേണം താനും. അപ്പം രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം. ഇത് വളരെ ഉത്തമമായിരിക്കുന്ന ഒരു പവിത്രമാണ്. മനുഷ്യനെ പവിത്രമാക്കുന്നത് വിദ്യ. മനുഷ്യനെ പവിത്രമാക്കുന്നത് ഗംഗാജലമൊന്നുമല്ല, മന്ത്രം ജപിച്ചിട്ടുള്ള അഭിഷേകമൊന്നുമല്ല. മനുഷ്യൻ്റെ മനസ്സിനെ പവിത്രമാക്കണമെങ്കിൽ അതിന് ജ്ഞാനം മാത്രമേ ഉതകൂ. അവിടുന്ന് തുടങ്ങിയതാണ്. പിന്നെ 10ാമത്തെ അധ്യായത്തിൽ എന്ത് പറഞ്ഞു? ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വചഃ യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. ഭൂയ ഏവ, രഹസ്യം പറഞ്ഞു കഴിഞ്ഞു. എന്ത് രഹസ്യം? ഗുഹ്യതമം എന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ പറയാമെന്നാണ് പറയണത്. ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വചഃ, ഞാൻ പറയാൻ പോകുന്ന പരമവചസ് പിന്നെയും കേൾക്കൂ. യത്തേഹം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയ. ഞാൻ പറയുന്നത് കേൾക്കാൻ അർജുനന് വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തോടു കൂടി, അറിവിൽ മതിപ്പോടുകൂടി കേൾക്കുന്നത് കാണുമ്പോൾ എനിക്ക് കൂടുതൽ പറയണം എന്ന് തോന്നുക. എന്തിനു വേണ്ടിയിട്ടാ? ഹിതകാമ്യയ, എൻ്റെ പൊന്നർജുനന് വേണ്ടത്ര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം കൊടുക്കണം. അവൻ്റെ മുഖം വാടരുത്, മനസ്സ് തളരരുത്, അമ്പും വില്ലും താഴത്ത് വഴുതിപ്പോവരുത് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നതാന്ന് പറഞ്ഞാണ് 10ാം അധ്യായത്തിൽ 1ാം ശ്ലോകം പറഞ്ഞത്. അത് കഴിഞ്ഞ് 14ലേക്ക് കിടക്കുമ്പോൾ പറയുകയാണ്, പരംഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ? അതോ ഞാനിങ്ങനെ വെറുതെ പറയേ? പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം. ഇനിയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരൂ. നെയ്യ് കൂടുതലായിട്ട് അപ്പം കേടുവരില്ലല്ലോ. അപ്പം ഞാൻ പറയാനുള്ളൊരു സന്ദർഭം കിട്ടിയപ്പോൾ പറയേണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അർജുനൻ്റെ മനസ്സിനെ എന്നേക്കുമായി പവിത്രമാക്കണം. ബുദ്ധിക്ക് മങ്ങിപ്പോകാത്ത തെളിച്ചം നൽകണം. ഈ പറച്ചിലങ്ങോട്ട് പറഞ്ഞു നിർത്തിയാൽ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താ? അതിഘോരമായിട്ടുള്ള യുദ്ധമാണ്. 2 ഭാഗത്തും ജനങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അത് തൻ്റെ മകനുണ്ടാവും, ഭീമൻ്റെ മകനുണ്ടാവും. അവരൊക്കെ വീണത് നമ്മൾ കാണണം. യുദ്ധം നിർത്താൻ പറ്റില്ല. അത് കണ്ടിട്ട് 2ാമത് അസ്ത്രം തൊടുക്കുന്ന സമയത്ത് അതിന് ബലം കുറഞ്ഞു എന്ന് വരരുത്. അപ്പോൾ ഈ ആത്മബലത്തിന് ഒരു കുറവുമില്ലാതെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉറഞ്ഞ് പൊന്തണമല്ലോ. അതെങ്ങനെയാണ് സാധിക്കുക? അതിനാണ് ഈ അറിവ് പറഞ്ഞു തരുന്നത്. പരംഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം. ജ്ഞാനങ്ങളിൽ വെച്ച ഉത്തമജ്ഞാനം. യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. ഒരു ഭാഗത്ത് പറഞ്ഞു രാജവിദ്യ രാജഗുഹ്യം എന്ന്. ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരും ചക്രവർത്തിമാരും കയ്യിൽ വെച്ച് മഹർഷി പട്ടമാണ്. ഇഞ്ഞ് അതോടുകൂടി കയ്യിൽ വെച്ച് അഭ്യസിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞു ഒരു ഭാഗത്ത്. ഇപ്പോൾ പറയാണ് അവരുടെ കയ്യിലാണോ ജ്ഞാനം മുഴുവനും? അല്ല. ഈ ജ്ഞാനത്തിന് മാത്രം വേണ്ടി പ്രയത്നിച്ച് സിദ്ധി അടയുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരുണ്ട്, മഹർഷിമാരുണ്ട്. പരംഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ. ഇവിടെ മനനശീലന്മാരായിട്ടൊരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ കല്യാണമൊന്നും കഴിച്ചു എന്ന് വരില്ല, ലോകത്തിലൊന്നും ജീവിച്ചു എന്ന് വരില്ല. ഏകാന്തമായി പോയി വനാന്തരീക്ഷത്തിൽ ചെന്നുപെട്ട് കുടീരവാസികളായി. അങ്ങനെ 4 ഭാഗത്തും നൈസർഗിക സുന്ദരമായിട്ടുള്ള പ്രകൃതിയാണ്. അതിങ്ങനെ തലോടി അതിൻ്റെ ആ ജീവവായു ശ്വസിച്ച് കൂടുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് എന്താ ജോലി? മനനമാണ്. അവരുടെ മനോവൃത്തികളെങ്ങനെ പരിശോധിക്കുക, ബുദ്ധിവൃത്തികളെങ്ങനെ പരിശോധിക്കുക. അത് തെളിഞ്ഞ് വരിക. അങ്ങനെ വരുമ്പോൾ അവർക്ക് എഴുതണം തോന്നിയാൽ അവരെഴുതും.
താളിയോലയുടെ നാര് മുറിച്ചെഴുതും. അല്ല, പറയണം തോന്നിയാൽ പറയും. അങ്ങനെ ഉണ്ടായ സാഹിത്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ശാശ്വതമായി നിലനിൽക്കുന്നത്. യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. അവർക്ക് പരമമായ സിദ്ധി കൈവന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന ജ്ഞാനം കയ്യിലാക്കിയിട്ടാണ്. പിന്നെ 15-ാമത്തെ അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ പറയുന്നു, ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ. 15-ാമത്തെ അധ്യായം എന്താ? പുരുഷോത്തമ യോഗം. ലോകത്തെ മുഴുവൻ വേരുമോളിലും കൊമ്പുമേലയും ചില്ലിയും ഒക്കെ താഴത്തുമായിട്ടുള്ള ഒരു വലിയ വൃക്ഷമായിട്ട് അശ്വത്ഥമായി ദൃഷ്ടാന്തപ്പെടുത്തുന്ന ഒരു വിശേഷപ്പെട്ട ഉപദേശം. ആ ഉപദേശം എന്തിനു വേണ്ടിയിട്ടാണ്? ദ്വന്ദ്വങ്ങളിലൂടെ ദ്വന്ദ്വങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി. ദ്വന്ദ്വൈർവിമുക്താഃ സുഖദുഃഖ സംജ്ഞൈഃ ഗച്ഛന്ത്യമൂഢാഃ പദമവ്യയം തത് എന്ന് പറയുന്നതാണ് ഈ 15-ാം അധ്യായം, പുരുഷോത്തമ യോഗം. അപ്പോൾ ഇത് ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഞാൻ ഈ പറഞ്ഞു തന്നത് കേട്ട് മനസ്സിലാക്കിയാൽ രണ്ടാണ് നേട്ടം. ബുദ്ധിമാന്മാരിൽ വെച്ച ഏറ്റവും വലിയ ബുദ്ധിമാനാവാം, മാത്രമല്ല കൃതകൃത്യനുമാവാം. ഇനി എന്തു വേണം അർജുനന്? തൻ്റെ കയ്യിലുള്ള ഒരു സമ്പത്ത് കൊണ്ടും കാലണയ്ക്ക് പ്രയോജനമില്ല എന്ന് കുരുക്ഷേത്രം തെളിയിച്ചു. പിന്നെ എൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ശ്രേയസ് പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞത്. അപ്പം ജ്ഞാനമാണ് വലിയ സമ്പത്ത്, നേട്ടം എന്ന് അർജുനന് ബോധ്യമായി കുരുക്ഷേത്രത്തിൽ. ആ ജ്ഞാനമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരണത്. ഇത് കയ്യിൽ കിട്ടിയാൽ ഉണ്ടാവാൻ പോകുന്ന നേട്ടം എന്താ? ഒരു ഭാഗത്ത് ബുദ്ധി വളർന്ന് അങ്ങേയറ്റത്തെ ബുദ്ധിമാനാവും, മറുഭാഗത്തോ കൃതകൃത്യതയും സംഭവിക്കും. സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത് എന്ന് പറഞ്ഞല്ലോ. ആ കൃഷ്ണകർമ്മകൃത് ആയിത്തീരാം. ഇത്രയും രഹസ്യം, ഗുഹ്യം, ഗുഹ്യതമം, പരമം, ജ്ഞാനം എന്നൊക്കെ വിവരിച്ചതിന് ശേഷം സർവഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വചഃ എന്ന് 18-ാമത്തെ അധ്യായത്തിൽ സംവാദം പറഞ്ഞ് നിർത്താറാവുന്ന സമയത്ത് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വാക്കിന് എന്താണ് പ്രസക്തി, എത്രയാണ് വില, അതിൻ്റെ മഹിമയും പ്രായോഗികതയും എത്രയാണെന്ന് എൻ്റെ കൂട്ടരെ, പ്രേക്ഷകരെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അത് മനസ്സിലാക്കിയാലേ എനിക്ക് അടുത്ത ശ്ലോകം പറയാൻ തോന്നുള്ളൂ. ഇത്രയധികം കാര്യങ്ങൾ അധ്യാത്മമായി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ അറിയാനുള്ളത് എന്തൊക്കെയാണ്? പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അറിയാനുള്ള ഘടകങ്ങൾ ഇവിടെ 3 എണ്ണമാണ്. ഈ ലോകം എന്നൊക്കെ പറയുമ്പോൾ രണ്ടാമതാണ് ലോകം, ആദ്യം താൻ തന്നെയാണ്. ഞാൻ കാലത്ത് ഉറങ്ങിക്കിടക്കുന്ന ദശയിൽ നിന്ന് കണ്ണങ്ങട് മിഴിച്ച് തുറക്കുമ്പോഴാണ് ഞാൻ ഉണരുമ്പോഴാണ് എനിക്ക് ലോകം. അപ്പം ലോകം എന്ന് പറയണത് അതുവരെ ഉണ്ടായിരുന്നില്ലേ? ആവോ, ഇപ്പോൾ ഉണ്ടായതോ ഞാൻ ഉണർന്നത് കൊണ്ട്. അപ്പം ഞാനും എൻ്റെ ഉണർച്ചയുമാണോ മുമ്പ്, അതോ ലോകമോ? എൻ്റെ ഉണർച്ച. അപ്പം ആ ഞാനും എൻ്റെ ഉണർച്ചയും ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയാണ് ആദ്യമായി നമ്മൾ പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും അപഗ്രഥിക്കേണ്ടതും മുഴുവനാക്കി പ്രയോഗിക്കേണ്ടതും. പിന്നെ ഞാൻ കാണുന്ന ലോകം, അത് കാണുന്ന സമയത്ത് അനന്തമാണത്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകചക്രം തിരിയുന്ന മാർഗം അതിങ്കലേതാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ ഗതിയെന്തു കണ്ടു. അനന്തമാണ് ഈ ലോകം. ഇതാരാ പറയണത്? നോക്കുന്നവനാ പറയുന്നത്. അപ്പം താൻ കാണുന്ന ലോകം, അതിൻ്റെ ഘടനയൊന്ന്. ഇനിയോ താനും ഈ ലോകവും കൂടി നടക്കുന്ന സമ്പർക്കം. വാസ്തവത്തിൽ ഇതൊക്കെ കൂടി ഒന്നാണ്. ഞാനാണ് ഉണർന്ന എന്നിലാണ് ലോകപ്പതിപ്പ്. സമ്പർക്കം നടക്കുന്നത് എന്നിലാണ്, എൻ്റെ മനസ്സിലാണ്. അപ്പം ഞാനും എൻ്റെ ഉള്ളും വിട്ട് ഇവിടെ ഒരു ലോകവും ഇല്ല, ലോകസമ്പർക്കവും ഇല്ല എന്നതാണ് സത്യം. പക്ഷേ കാഴ്ചയ്ക്കും അനുഭവത്തിലും ഈ 3 എണ്ണം ഉണ്ടല്ലോ. താനൊന്ന്, താൻ കാണുന്ന ലോകം 2, അതുമായി നടക്കുന്ന സമ്പർക്കം 3. ഇത് 3ഉമാണ് ഇവിടെ പ്രതിപാദിക്കാനുള്ളത്. അത് പല വീക്ഷണ കോണുകളിൽ നിന്നും പ്രതിപാദിച്ച് അവസാനം പറഞ്ഞു നിർത്തിയത് എന്താ?
മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. ഇങ്ങനെ ജടിലവും സങ്കീർണവുമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല വിധത്തിലുള്ള വികലതകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വരാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട്, ഈശ്വരന് വേണ്ടി യജിച്ചുകൊണ്ട്, ഈശ്വരഭക്തനോ ഗുരുഭക്തനോ ആയി കഴിഞ്ഞുകൂടി അദ്ദേഹത്തെ മാത്രം പ്രണമിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഈശ്വരപ്രാപ്തിയോ ഗുരുസായുജ്യമോ ഒക്കെ ഉണ്ടായിക്കോളുന്നു. എളുപ്പവഴി. എന്നിട്ട് ഇനിയാണ് പറയണത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇത് പറഞ്ഞുവല്ലോ, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. അവിടുന്നാണ് കൃഷ്ണൻ പറയാൻ തുടങ്ങിയത്. ഇതായിരുന്നു അർജുനൻ്റെ സമർപ്പണം, ശരണം പ്രാപിക്കൽ. എനിക്ക് ശ്രേയസ് പറഞ്ഞു തരൂ, അങ്ങ് എൻ്റെ ഗുരുവാണ്, ഞാൻ ശിഷ്യനാണ്, അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ആൾക്ക് ഗുരു മാത്രമാണ് പ്രമാണം, ഗുരുവാക്യം മാത്രമാണ് പ്രമാണം. അദ്ദേഹം പിന്നെ ഈശ്വര എന്ന് പറഞ്ഞ ഒരിടത്തേക്ക് നോക്കില്ല, ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരിടത്തേക്ക് നോക്കില്ല, ഒരൊറ്റ ദേവന്മാരെ ഒരു സ്ഥലത്തും അന്വേഷിച്ച് നടക്കില്ല. ആ ഗുരു പറയുന്ന വാക്യങ്ങളും അതിൻ്റെ പൂർണ്ണമായ അനുസരണവും മാത്രമാണ് തൻ്റെ ലക്ഷ്യം. ആ ആളോട് പറയുകയാണ്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. കഴിഞ്ഞു. എന്ത് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ നിർത്തുന്നത്? മാ ശുച. സ്വല്പമെങ്കിലും അർജുന ഇനി ദുഃഖിക്കരുത്. ഞാൻ ഈ പറയണത് കേട്ടാൽ മതി. ഞാൻ ഈ പറയുന്നത് വലിയ അർത്ഥമുള്ളതാണ്. സർവധർമാൻ പരിത്യജ്യ, വലിയൊരു വാക്കാണ് കൂട്ടരത്. ധർമ്മം ധർമ്മം എന്നുള്ള പേരിൽ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ. എന്താണ് ഈ ധർമ്മം? ആകാവുന്നത്, ചെയ്യാവുന്നത്, കൊള്ളാവുന്നത്, ശ്രേയസ്സിന് ഉപകരിക്കുന്നത്, പരോപകാരപ്രദമായിട്ടുള്ളത്, ആത്മാവിന് ഉന്നമനത്തിന് വഴിവെക്കുന്നത്, സാഫല്യത്തിനും സൗഭാഗ്യത്തിനും സമ്പൂർണതയ്ക്കും ഉപകരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ധർമ്മത്തിന് അർത്ഥം പറഞ്ഞോളൂ. മനുഷ്യജീവിതത്തെ സന്ധാരണം ചെയ്യുന്നതാണ് ധർമ്മം.